ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കടായിയാണ്. അപ്പോൾ അതിന് വേണ്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത് ചിക്കനാണ്. ആദ്യം ചിക്കൻ എടുക്കുക. ചിക്കനക്ക് വേണ്ട സാധനങ്ങൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഉപ്പ്, അരമുറി നാരങ്ങ, കുറച്ച് കോൺഫ്ലവർ. പിന്നെ വേണ്ടത് ഒരു 2 സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു വലിയ ടൊമാറ്റോ, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ വേപ്പിൻ്റെ ഇല, 3 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, ഇവയെല്ലാമാണ്. പിന്നെ കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ, പിന്നെ ടൊമാറ്റോ സോസ്. ഇതെല്ലാമാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാമാണ് ചിക്കൻക്ക് ഉള്ളത്, മറ്റേത് മസാലയ്ക്കുള്ളതാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യാം. ഈ ഒരു ചെറുനാരങ്ങ ഉണ്ട്, അത് കുരു കളഞ്ഞതിന് ശേഷം ഇതിലേക്കൊന്ന് പിഴിയാം. ഇതൊന്ന് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഒന്ന് നേരെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ ചിക്കൻ മിക്സായി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ എങ്ങനെയെങ്കിലും വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് കുറച്ച് നേരം വെക്കുന്നത്, ഒരു അരമണിക്കൂർ. അപ്പോൾ അതാ എന്താ പറയുക, ചിക്കൻ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിലവർ പൊരിക്കൂല, ചിലവർ പൊരിക്കും. നമുക്ക് പൊരിക്കാം. അപ്പോൾ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് ഞാനൊന്ന് മറച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒന്ന് മൂക്കട്ടെ. ഇത് പൊറാട്ടയുടെ കൂടെ, പിന്നെ നമുക്ക് പത്തിരി, പൊറാട്ട, പിന്നെ ഫ്രൈഡ് റൈസ്, ഇതിൻ്റെയൊക്കെ പിന്നാലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതപ്പോൾ അയക്കണം. നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ നിന്ന് പോരാം. ഇപ്പം നമുക്ക് അടുത്ത ട്രിപ്പ് ഇതിലേക്ക് ഇടല്ലേ. ഇതൊന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയായി, ചിക്കനൊക്കെ പൊരിച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് മസാല ഉണ്ടാക്കാം. പിന്നെ ആദ്യം കുറച്ച് ഉള്ളി വഴന്നതിന് ശേഷം ബാക്കിയുള്ള കുറച്ചിടാം. ഒന്ന് വഴന്ന് വരട്ടെ.
ഇതൊക്കെ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. വഴന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് വഴന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ടൊമാറ്റോ തക്കാളി ഒന്നിട്ടെടുക്കാം. അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി വഴന്ന് വന്നു. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് വെക്കുക. കുറച്ച് ഇതും പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം, ഒരു അര ടീസ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്. ഇതൊന്ന് നല്ല വഴറ്റണം. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നുള്ളു മഞ്ഞൾപ്പൊടി, അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഈ മസാലയ്ക്ക് ഉപ്പിടാം. അപ്പോൾ മസാല അയക്കണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇടാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ്, അതിട്ട് കൊടുക്കാം. പാർന്ന് കൊടുക്കാം. കുറച്ച് പച്ചപ്പ് ടൊമാറ്റോ സോസാണ് ഞാൻ പറഞ്ഞിട്ട് കുറച്ച്. അപ്പോൾ മതി. ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കട്ടെ. ഇതപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് കോൺഫ്ലവർ കലക്കി വെച്ചത് വേണം. അപ്പോൾ ഈ കോൺഫ്ലവർ 1 ടീസ്പൂൺ കലക്കി വെച്ച് ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ കുറുകി വന്നിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇല, കുറച്ച് വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിരിക്കണം. അപ്പം നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വേറെ രൂപത്തിലാണ് ഉണ്ടാക്കുകയെന്ന് അറിയില്ല, പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ഓക്കെ.